തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച എംഎൽഎമാരുടെ എണ്ണം 8ആയി. മാദിപ്പൂർ എംഎൽഎ ഗിരീഷ് സോണിയാണ് ഏറ്റവും ഒടുവിൽ രാജിവെച്ചത്. പൊതുജനങ്ങൾക്ക് അപ്രാപ്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സീറ്റ് നിഷേധിച്ചതെന്നും രാജി പാർട്ടിയുടെ പ്രകടനത്തെ ബാധിക്കില്ലെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇതൊരു തുടർക്കഥയാവുകയാണ്. ഇപ്പോ പാർട്ടി എങ്ങനെ പ്രതികരിച്ചാലും ജനങ്ങളുമായി കഴിഞ്ഞ 5 വർഷം അടുത്ത് പെരുമാറിയിരുന്ന ആളുകളിൽ 8 പേർ രാജിവെക്കുന്നത് എത്രത്തോളം കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടിയാവുന്നുണ്ട്? അതേ ശ്രീജ, വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ബാക്കി. അപ്പോൾ സ്വാഭാവികമായി MLA-മാരുടെ കൂട്ടരാജി തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടി തന്നെയാണ്. കാരണം ഈ 20 സിറ്റിംഗ് MLA-മാർക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചിരുന്നു ആം ആദ്മി പാർട്ടി. കാരണം 10 വർഷം തുടർച്ചയായി ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സർവേ നടത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി പിന്നീട് MLA-മാരെ മാറ്റുകയായിരുന്നു. അതിൽ 20 പേർക്കാണ് സീറ്റ് നിഷേധിച്ചത്. അതിൽ 8 പേർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ചവർ ഏതായാലും പാർട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില MLA-മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. രണ്ടാമതായി ഉന്നയിക്കുന്ന കാര്യം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷേ അതിന്റെ നേതാക്കൾ തന്നെ അഴിമതിയിൽ താഴ്ന്നു നിൽക്കുന്നു എന്ന ആരോപണമാണ് MLA-മാർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യനയ അഴിമതി അടക്കം BJP വലിയ ആയുധമാക്കുമ്പോഴാണ് സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് MLA-മാർ തന്നെ ഇപ്പോൾ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ജയിലിൽ പോയത് ഈ കേസിലായിരുന്നു. അപ്പോൾ രാജിവെച്ച ചില MLA-മാരെങ്കിലും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും രാജിവെച്ച ഇവരാണ്. ഒന്ന് മദൻലാൽ കസ്തൂർബ നഗറിനുള്ള MLA ആണ്. ഭാവന ഗൗർ പാലത്തിനുള്ള MLA ആണ്. നരേഷ് യാദവ് മെഹ്റോളിൽ നിന്ന പ്രതിനിധിയാണ്. രോഹിത് മെഹ്റോളിയ ത്രിലോക്പുരി MLA ആയിരുന്നു. ഒപ്പം തന്നെ BS ജൂൺ ബിജ്വാസൻ MLA ആണ്. പവൻ ശർമ്മ ആദർശ് നഗറിൽ നിന്നാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. രാജേഷ് ഋഷി ജനക്പുരിയിൽ നിന്നാണ്. ഏറ്റവും ഒടുവിൽ രാജിവെച്ച ഗിരീഷ് സോണി മാദിപ്പൂരിലെ MLA ആയിരുന്നു. ഇതിൽ പാലം MLA ആയ ഭാവന ഗൗഡാണ് കേജ്രിവാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല മെഹ്റോളി MLA ആയിരുന്ന MLA ആണ്. നേരത്തെ അദ്ദേഹത്തിന്റെ സീറ്റ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു മതനിന്ദയുമായി ബന്ധപ്പെട്ട കേസിൽ പഞ്ചാബ് കോടതി ശിക്ഷ വിധിച്ചു. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഏതായാലും കടുത്ത വിമർശനം മെഹ്റോളി MLA-യും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്കും കേജ്രിവാളിനുമെതിരെ. പക്ഷേ ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സീറ്റ് നിഷേധിച്ചത്. കാരണം സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്ന് പാർട്ടിക്ക് തന്നെ തോന്നിയ സർവേയുടെ റിപ്പോർട്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരെ മാറ്റിയത്. മാത്രവുമല്ല മറ്റൊരു പാർട്ടിയിൽ പോകാൻ വേണ്ടിയാണ് ഈ ഇലക്ഷന്റെ തലേ ദിവസം ഇത്തരമൊരു രാജ്യനാടകം. അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല, ആം ആദ്മി പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ശ്രീജ, രാഗേഷ്, ഈ തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഡൽഹി ഇപ്പോൾ ഏറ്റവും ഒരു മൂടൽമഞ്ഞിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് സാരമായി ജനജീവിതത്തെ, ഗതാഗതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ. ശ്രീജ, ഏതായാലും തണുപ്പ് ഉണ്ട് തീർച്ചയായും. കാരണം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തന്നെ വലിയ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഈ ഫെബ്രുവരി 1 എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഈ ബജറ്റ് സമയത്തൊക്കെ തന്നെ തണുപ്പ് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. പകൽ സമയങ്ങളിൽ വലിയ തണുപ്പ് അനുഭവപ്പെടാറുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഉണ്ടായിരിക്കുന്ന വ്യത്യാസം വലിയ മൂടൽ മഞ്ഞ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കാഴ്ച പരിധി വളരെ കുറവാണ്. രാവിലെ കഴിഞ്ഞ ദിവസമൊക്കെ ഇതേ സമയം ലൈവ് നൽകുമ്പോൾ തന്നെ ഇത്ര മൂടൽ മഞ്ഞ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതായാലും കനത്ത മൂടൽമഞ്ഞ് ഡൽഹിയിൽ പ്രകടമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ തന്നെ അറിയിപ്പും ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. കാരണം കാഴ്ച പരിധി വളരെ കുറവാണ് എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും ഈ ട്രാഫിക് മൂവ്മെന്റ് ഒക്കെ വളരെ പതുക്കെയാണ്. കാരണം കാഴ്ച പരിധി കുറവ് ഉള്ളത് കൊണ്ട് തന്നെ ഗതാഗത കുരുക്കൊക്കെ ചിലയിടങ്ങളിലുണ്ട്. ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പ്രവർത്തനത്തെ ഫ്ലൈറ്റുകൾ വൈകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാഴ്ച പരിധി കുറവാണ് എന്ന് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഏതായാലും വായു ഗുണനിലവാര സൂചികയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അത് വളരെ മോശമായി തന്നെ ഡൽഹിയിൽ തുടരുകയാണ്. കാരണം പലയിടങ്ങളിലും ഇപ്പോൾ ലഭിക്കുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം 356 വായു ഗുണനിലവാര സൂചിക. ചാന്ദിനി ചൗക്കിലും അശോക് വിഹാറിലും പട്പട്ഗഞ്ചിലും RK പുരത്തും രോഹിണിയിലും ഒക്കെ തന്നെ അത് ഏതാണ്ട് 400-അടുത്ത് വരുന്നു. അപ്പോൾ വളരെ മോശം വായു നിലവാര സൂചിക തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തണുപ്പ് കാലത്ത് സ്വാഭാവികമാണിത്. പക്ഷേ അതിപ്പോഴും കഴിഞ്ഞ 2 മാസമായും ഈ വായു ഗുണനിലവാര സൂചിക വളരെ മോശമായി തന്നെ തുടരുകയാണ്.
വരികയാണ്. ശ്രീജ. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരാനുള്ളത് സ്വാഭാവികമായും ബജറ്റാണ്. ബജറ്റ് 11 മണിയോടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. കനത്ത മൂടൽമഞ്ഞിന്റെ ഒരു സാഹചര്യമൊക്കെയുള്ള ദിവസമാണിന്ന് ഡൽഹിയിൽ.